മൺഡേ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ കേരളത്തിലെ +2 കുട്ടികളിൽ നല്ലൊരു ശതമാനം കുട്ടികളിലും ഒന്ന് പൊട്ടിക്കരയാൻ തോന്നും. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പല ചോദ്യങ്ങളുടെയും ഉത്തരം പേനയുടെ തുമ്പിലെത്തി അത് പേപ്പറിലേക്ക് പകർത്താൻ കഴിയാത്തൊരവസ്ഥ. പല ഡെറിവേഷൻസും ആദ്യത്തെ സ്റ്റെപ്പ് എഴുതി ഫൈനൽ സ്റ്റെപ്പ് എത്തി ഒരു 2 വര ഇട്ട് കൊടുക്കാൻ അവർക്ക് കഴിയാതാവും. പല ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും തുടക്കത്തിൽ ഇക്വേഷനൊക്കെ എഴുതി അതിൻ്റെ ഫൈനൽ ആൻസറിൽ എത്തിയിട്ട് ഇത് കറക്റ്റ് തന്നെയാണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലൊക്കെ നിൽക്കുന്നൊരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ വീഡിയോ കാണുന്നതിൽ എത്ര പേർക്ക് ഇതേപോലൊരു അവസ്ഥ കടന്നു പോകും? നിങ്ങൾ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തുക. അപ്പോൾ ഇതിന് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയും നമ്മളിപ്പോൾ കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പോൾ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചാൽ പറയും ഞങ്ങൾ പ്രോപ്പറായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടികൾ സമയത്തിന് പഠിക്കാഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ പറയും ഞങ്ങൾ പഠനത്തിൻ്റെ കൂടെ വേറെയും കുറേ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരുന്നു, അതുകൊണ്ടാണ് സാറേ 10 ചാപ്റ്റേഴ്സ് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്ത. അങ്ങനെ പല പല കാരണങ്ങളൊക്കെ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. പക്ഷേ ഇങ്ങനെ പറഞ്ഞിരുന്നുകൊണ്ട് കാര്യമുണ്ടോ? ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഫിസിക്സിന് നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്കില്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി അത് ആരെ തന്നെയാണ് ബാധിക്കുക? നിങ്ങളെ തന്നെയാണ് ബാധിക്കുക. പല ടീച്ചേഴ്സും നിങ്ങളുടെ മാർക്കിനെ ഈ ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്ക് പരിഗണിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളപ്പോൾ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഒന്നുമില്ലെങ്കിലും നിങ്ങളത് കൂടുതൽ മാനസിക സംഘർഷത്തിലേക്ക് എന്ത് ചെയ്യാണ്? തള്ളിവിടാണ് ചെയ്യുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ട് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള 2 ദിവസം നിങ്ങൾ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എഡ്ജ് ബോർഡ് നിങ്ങളെ കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല. സുനിൽ സാറ് കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല. മക്കളെ, നിങ്ങൾക്ക് വേണ്ടി എഡ്ജ് ബോർഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് ഇനിയുള്ള 2 ദിവസം എങ്ങനെ പഠിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളെ കഴിവിൻ്റെ പരമാവധി, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അതൊന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. സോ നിങ്ങളതൊന്ന് ഫോളോ ചെയ്യുക. അതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ജസ്റ്റിസും ആയിരിക്കും, അറ്റ്ലീസ്റ്റ് ഫിസിക്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. മൊത്തമായിട്ട് നമ്മുടെ ചോദ്യത്തിന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ തിയറി, ഡെറിവേഷൻ, ന്യൂമറിക്കൽസ്, ഇങ്ങനെ 3 തരമായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യപേപ്പറിൽ വരാറ് പല കുട്ടികളും ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂമറിക്കൽസ് ഒക്കെ സത്യം പറഞ്ഞാൽ ഒരുപാട് മാർക്കിന് വരുന്നൊക്കെ നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ സത്യത്തിൽ അതൊരു തെറ്റായ ധാരണയാണ്. ഇതുവരെയുള്ള കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറ്റങ്ങളൊന്നുമില്ലെങ്കിൽ ഇതുവരെയുള്ള പാറ്റേൺ പ്രകാരം ഏറ്റവും കൂടുതൽ മാർക്ക് വരാൻ പോകുന്നത് തിയറിയിൽ നിന്നായിരിക്കും. അതായത് തിയറി എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്ന കേസ് അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ കേസ്, അതായത് ഡയറക്റ്റ് തിയറിയുമായി കണക്ട് ചെയ്യുന്ന ചോദ്യങ്ങളായിരിക്കും. സോ തിയറിയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് വരാറ്. തിയറിയിൽ നിന്നാണ് സാധാരണഗതിയിൽ ഒരു 50% മാർക്ക് വരാറ് കേട്ടോ. ഏതാണ്ട് ഒരു കണക്കാണ്, 50% മിനിമം ആണ്, 50ന് മുകളിലോട്ട് പോവുകയോ ചെയ്യുള്ളൂ. ഇനി ഡെറിവേഷൻസിൻ്റെ കേസിൽ ഡെറിവേഷന് നല്ലൊരു വെയിറ്റേജിൻ്റെ സ്ഥാനമുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 35% മാർക്കൊക്കെ ഡെറിവേഷന് കൊടുത്തേ പറ്റൂ. അപ്പോൾ ഡെറിവേഷൻസ് നിങ്ങൾക്ക് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എത്ര ഡെറിവേഷൻസ് ഉണ്ടോ ആ ഡെറിവേഷൻസ് എല്ലാം നമുക്ക് പഠിക്കാം. ഡെറിവേഷൻസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തൊരു റെക്കോർഡഡ് വീഡിയോ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അത് ലൈവായിട്ട് വേണം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ആവശ്യപ്രകാരം ലൈവാണെങ്കിലും റെക്കോർഡാണെങ്കിൽ അത് എഡ്ജ് ബോർഡ് പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അത് ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ. ന്യൂമറിക്കൽസിൻ്റെ കേസിൽ ഞാൻ പറയുന്നത് അത് വളരെ ചെറിയൊരു ശതമാനമേ വരുള്ളൂ. നമുക്കൊരു 15 to 20% എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ന്യൂമറിക്കൽസ് പഠിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും ഫുൾ മാർക്ക് കിട്ടില്ല, അത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. പക്ഷേ ന്യൂമറിക്കൽസ് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചേ പറ്റൂ. ഇനി ലാസ്റ്റ് മൊമെൻ്റ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ തിയറിയും ഡെറിവേഷനെങ്കിലും സെറ്റാക്കുക. ന്യൂമറിക്കൽസ് ഇക്വേഷൻസ് ഓർത്ത് വെച്ചിട്ട് ഒന്ന് നോക്കുക. ഇനി എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാൻ നോക്കുന്നത് വെച്ചാൽ ഞങ്ങൾ ഈ ശനിയാഴ്ച, അതായത് നാളെ രാവിലെ 9 മണി തൊട്ടിട്ട് എന്തുണ്ട്? 10 പാഠങ്ങൾ, ഈ കാണുന്ന 10 പാഠങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യും? റിവൈസ് ചെയ്യും. കംപ്ലീറ്റ് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തില്ല. അതുകൊണ്ട് ആരും ചോദിക്കരുത് സാറേ ഈ 9 മണിക്ക് തുടങ്ങിയത് ക്ലാസ് എപ്പോഴാണ് കഴിയുക? ഒരു ഉച്ചയാകുമ്പോൾ കഴിയുമോ? എടാ, വെറും ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ട് ഇത്രയും മാസങ്ങൾ നിങ്ങൾ സ്കൂളിലെടുത്ത ഫിസിക്സ് ചാപ്റ്റർ നിങ്ങളെ പഠിപ്പിച്ചു തരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത്യാവശ്യം സമയം ഉണ്ടാവും. ഞങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കും. ഞങ്ങൾ അവസാനം ക്ഷീണിക്കുന്നവരെ, നിങ്ങൾ മതി എന്ന് പറയുന്നവരെ ഞങ്ങൾ ക്ലാസ് എടുക്കും. മുഴുവൻ ചാപ്റ്റേഴ്സും കവർ ചെയ്യും. അതിൽ തിയറി നമ്മൾ കവർ ചെയ്യും, ന്യൂമറിക്കൽസ് കവർ ചെയ്യും, ഡെറിവേഷൻസും എല്ലാം നമ്മൾ കവർ ചെയ്യും. സോ നിങ്ങളൊരു പേപ്പറും പെന്നും എടുത്ത് രാവിലെ പഠിക്കുക എന്നുള്ള ടെൻഡൻസിയിൽ നിങ്ങൾ 9 മണിക്ക് ഇരിക്കുകയാണെങ്കിൽ നാളെ എന്ന് പറയുന്ന ദിവസം കഴിയുന്നതിന് മുമ്പ് മുഴുവൻ ചാപ്റ്റേഴ്സും നിങ്ങളെ കയ്യിൽ എത്തിയിരിക്കും. അത് പിന്നീട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ഞായറാഴ്ച സമയമുണ്ട്. സോ നാളത്തോടുകൂടി നമ്മളെ മാരത്തോൺ നമ്മൾ തീർന്നില്ല. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂമറിക്കൽസിൻ്റെ കേസിലൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓൾ ഇക്വേഷൻസും എല്ലാ ഇക്വേഷൻസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നാളെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പബ്ലിഷ് ചെയ്യും. പിന്നെ ഡോൺ വറി, നമ്മൾ മൈക്രോബിറ്റ് കഴിഞ്ഞ ഓണപരീക്ഷയുടെ സമയത്ത് നിങ്ങൾക്ക് തന്നിരുന്നു. മൈക്രോബിറ്റിൻ്റെ ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ താഴെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ടാവും, അതിൽ ജോയിൻ ചെയ്തോളൂ. അതിൽ ആദ്യം അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. സോ മൈക്രോബിറ്റ് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും നമ്മൾ എന്ത് ചെയ്യും? നാളെ മുതൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തുടങ്ങും. തീർന്നില്ല.
ഇനി ഷുവർ ക്വസ്റ്റ്യൻസ്, ഈ ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണണം. ഇത് എക്സാമിൻ്റെ ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യണമെങ്കിൽ ഒരു ലൈവിൽ നമ്മൾ കംപ്ലീറ്റ് തിയറി അടക്കം പറഞ്ഞ് ചിലപ്പോൾ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യും, ഒരു മണിക്കൂർ അല്ല 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉണ്ടാവും. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ മാത്രം സെലക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഷുവർ ക്വസ്റ്റ്യൻസ്. ഇത് ഓൾറെഡി നമ്മുടെ ചാനലിൽ വന്നു തുടങ്ങി. നാളെയും ബാക്കി ദിവസങ്ങളിലായിട്ട്, നാളെയും മറ്റന്നാളായിട്ടും കംപ്ലീറ്റ് നമ്മൾ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും പ്രശ്നം വരില്ല. അപ്പോൾ പലരും ചോദിക്കും, സാർ ഷുവർ ക്വസ്റ്റ്യൻ മാത്രം കണ്ടാൽ ഫുൾ മാർക്ക് കയറുമോ? അതിൽ ഞങ്ങൾക്ക് 100% വരില്ല. പക്ഷേ ഞാൻ പറയുന്നു ഒരു 80% എങ്കിലും ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടാവും കേട്ടോ. വളരെ കുറഞ്ഞ ടൈമേ ഉള്ളൂ, ഒരു 20 മിനിറ്റ്. ഫോർ എക്സാമ്പിൾ EM വേവ്സ് അല്ലെങ്കിൽ വേവ് ഒപ്റ്റിക്സ് ഒക്കെ ഒരു 20-30 മിനിറ്റ് ഒക്കെ വരുന്നുള്ളൂ. റേപ്റ്റിക്സ് ഒക്കെ കുറച്ചുകൂടി സമയം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം, കുറച്ച് വലിയ ചാപ്റ്റേഴ്സ് അല്ലേ. സോ ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീർന്നില്ല, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഷോർട്സ് ആയിട്ട് ഇതുപോലെ ഷോർട്സ് ആയിട്ട് MRQ എന്ന് പറയും, മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഷോർട്സ് ആയിട്ട് നമ്മൾ ചാനലിൽ വന്നു തുടങ്ങി. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വേണം നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളെ ഞങ്ങൾ കൈവിടില്ല. ഉറപ്പായിട്ടും നിങ്ങളുടെ റിക്വസ്റ്റ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും തോന്നുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യും. അത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. സോ ഈ താഴെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നാളത്തെ ലൈവ് ലിങ്കിൻ്റെ ലിങ്ക് ഞാനൊന്ന് സ്പിൻ ചെയ്യുന്നുണ്ട്. ഒന്ന് പോയിട്ട് ലൈക്ക് അടിച്ചിട്ട് നോട്ടിഫൈ ബട്ടൺ നോക്കി നോക്കുക. ഇൻ കേസ് നിങ്ങൾ മറന്നാലും രാവിലെ നിങ്ങൾ ഇൻസ്റ്റയിലാണെങ്കിലും ആ ഒരു 9 മണിക്ക് യൂട്യൂബ് നിങ്ങൾ റിമൈൻഡ് ചെയ്യും ലൈവ് തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ വരിക, പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് മാത്രം വന്നാൽ മതി. ചാറ്റിലൊന്നും നിങ്ങൾ നിൽക്കേണ്ട, ഇരുന്ന് പഠിച്ചോളൂ കേട്ടോ. സോ 2 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഫിസിക്സ് മാക്സിമം കവർ ചെയ്യാം.